എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. സോയയും മുട്ടയും കൊണ്ട് ഇതുപോലൊരു റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള റെസിപ്പിയാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. ഓഫീസിലേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാം, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾക്ക് ചപ്പാത്തിയുടെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുത്താൽ അവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് 1 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് ചൂടായി വന്നപ്പം സോയയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 4-5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതായത് നമ്മുടെ ആ സോയ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ തിളപ്പിച്ച ആ വെള്ളത്തിനകത്തേക്ക് സോയ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ സോയ നമുക്ക് സോഫ്റ്റായി കിട്ടും. ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ സോയ ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളം കളഞ്ഞ് പിഴിഞ്ഞെടുക്കണം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ കുക്ക് ചെയ്യാൻ ഏത് ഓയിലാണോ എടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ചേർത്തിട്ടും തയ്യാറാക്കിയെടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിയുമ്പം അതിലേക്ക് 6-7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി കിട്ടണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു സവാളയായിരുന്നു, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഇനി 10-12 ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയുള്ളിയുടെയും സവാളയുടെയൊക്കെ അളവ് നിങ്ങൾ എത്രയാണോ കറി തയ്യാറാക്കുന്നത് അതനുസരിച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ ചെറിയുള്ളി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് ചേർക്കണമെന്നൊന്നുമില്ല. സവാള ചേർത്ത് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. സവാളയും ചെറിയുള്ളിയും ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമില്ല, ആ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നുപോലെ. ഇനി പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് മസാലപ്പൊടി മീറ്റ് മസാലയാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ആ ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ നല്ലപോലെ ചൂടാക്കിയെടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി അത്യാവശ്യം പുളിയുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ തക്കാളി നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റി കിട്ടണം. ഒരു 2-3 മിനിറ്റെങ്കിലും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ചെറിയ ചൂടുവെള്ളമാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, കാരണം എന്താ വെച്ചാൽ തക്കാളിയിൽ നിന്നും അത്യാവശ്യം വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരുപാട് വെള്ളമായി പോവും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, ഒരു 3 മിനിറ്റിനുള്ളിൽ നമുക്ക് തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴണ്ടി കിട്ടും. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ സോയ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതായത് ഒരുപാട് അങ്ങ് ക്രഷ് ചെയ്യേണ്ട, ആ പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക, അത്രമാത്രം മതി. ഞാനതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം, വെള്ളമൊന്നും ചേർത്ത് കൊടുത്ത് അരയ്ക്കരുത് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയ തീയിലിട്ടിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, ഈ ഒരു പാകത്തിന് തന്നെ നമുക്ക് കിട്ടണം. ഇനി ഇതിനകത്തേക്ക് പൊടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ സോയ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സോയയിൽ കുറച്ചൊരു വെള്ളമയം ഉണ്ടാവും കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
ഇനി ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി കുറച്ച് സ്പൈസി ആയിട്ട് എടുക്കുന്നതാണ്. കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലവർക്ക് എരിവൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. എങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് ഉലർത്തിയെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇനി നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ റെസിപ്പി തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇതിനകത്തേക്ക് കോഴിമുട്ടയും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ ഞാൻ ആ സോയ ഒരു സൈഡിലേക്ക് ഒന്ന് നീക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കോഴിമുട്ടയെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ആ ഒരു കോഴിമുട്ടയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വേവണ്ട, ചെറുതായിട്ടൊന്ന് ചൂട് തട്ടുമ്പോഴേക്കും നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഒരു സോയയും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ 1-2 മിനിറ്റ് നേരം എടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കാരണം ഇതൊരു കുഴഞ്ഞ രീതിയിലല്ല നമ്മൾ എടുക്കുന്നത്, കുറച്ച് ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ആ കോഴിമുട്ടയൊക്കെ സോയയിലേക്ക് നന്നായിട്ട് പിടിക്കണം. അതനുസരിച്ച് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വളരെ രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. ഇനി ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാച്ചാലും മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സോയ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ ആരും മറന്നുപോലെ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.